സ്കിഡ് ഇട്ടാണ് നമ്മളെ ഇതിന്റെ ചാക്കി ഇരിക്കണ ഇപ്പോഴും വണ്ടി ഒന്നും കയറിയിട്ട് ഞാൻ ഇവിടെ എന്താ കോൺക്രീറ്റ് ഒക്കെ ഇട്ടിങ്ങനെ റൗണ്ട് ബോട്ടം കഴിഞ്ഞിട്ട് ചെയ്തു. ഇവിടെ അടിയിൽ കോൺക്രീറ്റ് ആണ് എല്ലാത്തിനും റോഡിന്റെ. നമ്മളത് കോൺക്രീറ്റ് തന്നെയല്ലേ, നമ്മൾ കോൺക്രീറ്റ് ആണ്, വലിയ ബോളറും മിക്സും എല്ലാം ഇടുന്നത്. പക്ഷെ അതൊന്നും ശരാശരി അളവിലല്ലാത്തോണ്ട് ഇങ്ങനത്തെ ഇങ്ങോട്ട് വരും. അതൊന്നല്ല നമ്മുടെ നാട്ടിന് മഴല്ലേന്നും. മുമ്പ് നമ്മള് ചെറുപ്പത്തിൽ താഴെ പറയാ, ആദ്യം ഈ പിന്നെ ചെങ്കല്ലിന്റെ ഉരുളങ്കല്ല് എന്ന് പറയും, ആ കല്ലിട്ട് ഇതാക്കി അതിന്റെ മേലെ മണ്ണിട്ട് ഉറപ്പിച്ച് അതിന് ശേഷം വലിയ പിന്നെ ജെല്ലിന്റെ വലിയത് ബോളർ ഇട്ടിട്ട് കോൺക്രീറ്റ് ആക്കി, എന്നിട്ട് അതിന്റെ മേലെ താറ് എല്ലാം തരികട്ടെ. ഇപ്പൊ മിക്സ് ചെയ്ത സാധനം കൊണ്ടുവരണം. ഇന്റെ അവിടെ മിക്സ് ചെയ്ത പണിയില്ലാത്ത എഞ്ചിനീയർമാർ എന്റെ നാട്ടിലെ നല്ല സുഖമായിട്ട്, നിങ്ങളെ ഓർമ്മ ഉണ്ടാവും, 2 വണ്ടിക്ക് സുഖമായിട്ട് പോകാനുള്ള റോഡാണത്. എന്നിട്ട് പിന്നെ എന്റെ ചങ്ങാഴ്ചക്കൻ തന്നെയാണ് മെമ്പർ. ഓൻ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ എഞ്ചിനീയർമാർക്ക് തലയില്ലേ, എല്ലായിടത്തും ആണിയാണ് കയറി വെള്ളം പോകാൻ വേണ്ടിട്ട്. അപ്പൊ എന്തായി, ഇത് ഓവുണ്ടാക്കി നോക്കുമ്പോ എന്താ, ഇപ്പൊ ഒരു വണ്ടി പാർക്ക് ചെയ്യണ്ടെങ്കിൽ മറ്റേ വീട്ടിനുള്ളിൽ കയറ്റണം ബസ്സെല്ലാം വന്നാല്. തലയില്ല. ഞാൻ എഞ്ചിനീയർമാർ ചോദിച്ചാൽ പറഞ്ഞു അത് മെമ്പർ പറഞ്ഞു. ഞാൻ പറഞ്ഞു മെമ്പർക്കതല്ല നിങ്ങൾക്കതല്ല. എന്നിട്ട് പഞ്ചായത്തിൽ പോയിട്ട് ചൊറയാക്കാരൻ പറഞ്ഞു സ്ലാബ് വർക്കാം. ഇപ്പൊ 1.5 വർഷമായിട്ട് ഏടെ സ്ലാബ് വർക്കാൻ. വെള്ളം റോഡിനോട്ട് ഒഴുകിയാണ് പോകണമെന്ന് ഇതില്ലാണ്ടാക്കാൻ കഴിഞ്ഞിട്ട് റോഡിനോട്ട് ഒഴുകാണ്ട് നടക്കുക. ഞാൻ ഇന്നലെ അങ്ങോട്ട് തിരിച്ചു ഞാൻ കുറക്കലാന്ന്. ഇത് ഈ ഗിയറുള്ള വണ്ടി നാട്ടിൽ ഏതൊക്കെയുണ്ട്? ടവേരക്ക്, ഇന്നോവക്ക്, അങ്ങനത്തെ ഒരു ഗിയർ ഇങ്ങനെ ഇളകി കളിച്ചത്. ആദ്യം എന്തൊരു നീളമുള്ള നെല്ല